ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആ ചാപ്റ്ററിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു സെക്ഷനാണ്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫറൻഷിയേറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x+1/1+4x. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, തന്നിരിക്കുന്ന ഫംഗ്ഷനെ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ഇതിനെ നമ്മളൊരു നെയിം ചെയ്യാനായിട്ട് പോകുവാണ്. അപ്പോൾ y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് 2x+1/1+4x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. നമ്മൾ y എന്നതിനെ നെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സാധനങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഈ ന്യൂമറേറ്ററിലോട്ട് നോക്കിക്കേ. ഈ ന്യൂമറേറ്ററിൽ എന്താ 2x+1 ആണ് കിടക്കുന്നത്. അതിനെ ഞാൻ വേറൊരു രീതിയിലേക്ക് മാറ്റാം. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു റിസൾട്ടാണ്, അതായത് a⁻m+n is equal to a⁻m into a⁻n. അതായത് ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. a⁻m into a⁻n-നെ a⁻m+n എന്ന് പറയുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എഴുതാം എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ സാധനം ആ ഫോർമാറ്റിലാണ്, a⁻m+n 2x+1. അപ്പോൾ ഇതിനെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും വരുന്നത്? y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ്, അപ്പോൾ ഇതിനെ a⁻m into a⁻n ആ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്താ വരും? 2x into 2x1 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറും. ബൈ 1+ ഈ 4-നെ ഞാൻ ഇവിടെ 2² എന്ന് എഴുതുക. ഓക്കെ, ദ ഹോൾ റേസ് ടു എക്സ്. 4-നെയാണ് ഞാൻ എന്ത് ചെയ്തത്? 2² എന്ന ഫോർമാറ്റിലേക്ക് ഞാൻ എഴുതിയത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ 2⁻1 എന്ന് പറയുന്നത് 2 തന്നെ അല്ലേ. അപ്പോൾ ഇതിനെ ഞാനെടുത്ത് ഫ്രണ്ടിൽ ഇടുക. അപ്പോൾ അതെന്തായിട്ട് മാറും? 2 തിരിച്ചിട്ടു 2 into 2x ബൈ 1+ ഇവിടെ നോക്കിക്കേ, 2² ദ ഹോൾ റേസ് ടു എക്സ് അല്ലേ. നമ്മൾ വേറൊരു റിസൾട്ടും കൂടെ പഠിച്ചിട്ടുണ്ട്, a⁻m ദ ഹോൾ റേസ് ടു n. ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എമ്മിനെയും എന്നിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, a⁻m into n എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2² ദ ഹോൾ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് 2-നെയും x-നെയും കൂടെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ അത് എന്തായിട്ട് മാറും? 2 into x എന്നായിട്ടത് മാറും അല്ലേ. 2 into x എന്നായിട്ടത് മാറും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് 2 into 2x ബൈ 1+ ഈ 2-നെയും x-നെയും കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിക്കുക. അതായത് നേരത്തെ എന്തായിരുന്നു? 2² ദ ഹോൾ റേസ് ടു എക്സ് ഫോർമാറ്റിലായിരുന്നു കിടന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ 2x ദ ഹോൾ സ്ക്വയർ എന്നാണെങ്കിലും എനിക്ക് എഴുതാം. കാരണം എന്താ, അത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഇതിനെ എഴുതാം? 2x ദ ഹോൾ സ്ക്വയർ എന്നും എനിക്കിതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനകത്ത് കിടക്കുന്ന ഈ 2x-ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാം. ഓക്കെ, നമ്മൾ മുമ്പ് പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലായിരുന്നോ, എക്സിന് പകരം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ 2x-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ 2x-ന് നമ്മളിവിടെ കൊടുക്കുന്നത് ടാൻ തീറ്റയാണ്. 2x-ന് പകരം നമ്മളിവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ടാൻ തീറ്റയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കണം. ഈ ടാനിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ തീറ്റ is equal to ടാൻ ഇൻവേഴ്സ് ഓഫ് 2x എന്ന് വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 2x. ഇനി എന്താ, 2x-ന് നമ്മളെടുത്ത് ഈ ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് 2 into 2x ആയിരുന്നു. അപ്പോൾ ടാൻ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ടാൻ തീറ്റ ബൈ 1+ ഇവിടെ എന്താ, 2x ദ ഹോൾ സ്ക്വയർ അല്ലേ. 2x-ന് ടാൻ തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ എന്നായിട്ടത് മാറും. ഓക്കെ, ഈ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, 2 ടാൻ തീറ്റ ബൈ 1+ ടാൻ സ്ക്വയർ തീറ്റ. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് 2 ടാൻ തീറ്റ ബൈ 1+ ടാൻ സ്ക്വയർ തീറ്റ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്? സൈൻ 2 തീറ്റ. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് എന്താണ്? സൈൻ 2 തീറ്റ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ബൈ 1+ ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മളിവിടെ സൈൻ 2 തീറ്റ ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണെന്ത്? സൈൻ ഇൻവേഴ്സ് ഓഫ്
സൈൻ എക്സ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? എക്സ്. ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്, എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to 2 തീറ്റ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ y is equal to 2 തീറ്റ എന്നായി. ഇനി നമുക്ക് തീറ്റയ്ക്ക് നേരത്തെ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ച ഈ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y is equal to 2 tan inverse of 2 raised to x എന്ന് വരും. 2 tan inverse of 2 raised to x. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്താ വരുന്നത്? dy by dx is equal to d by dx of 2 tan inverse of 2 raised to x. ഇത് റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ എടുത്ത് വെളിയിലിട്ടിട്ട് നമുക്ക് അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ എന്ത് വരും? dy by dx is equal to 2 into d by dx of tan inverse of 2 raised to x. ഓക്കെ അല്ലേ? therefore dy by dx is equal to 2 into tan inverse എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അല്ലേ? tan inverse എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 by 1 plus x square എന്നാണ്. ഇവിടെ tan inverse 2 raised to x ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരും? 1 by 1 plus 2 raised to x the whole square എന്ന് വരും. ഓക്കെ അല്ലേ? ഇൻറ്റു അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 2 raised to x, അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം d by dx of 2 raised to x. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടെ അടുത്ത സ്റ്റെപ്പിൽ എടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? dy by dx is equal to 2 into 1 by 1 plus 2 raised to x the whole square into നമ്മൾ നേരത്തെ എന്താ d by dx of 2 raised to x അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ച കൂട്ടത്തിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. d by dx of a raised to x. ഇതിനൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ? a raised to x log a. a എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റിലല്ലേ നമ്മുടെ 2 raised to x ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഡെറിവേറ്റീവ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 2 raised to x എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്ത് വരും? 2 raised to x log 2. കണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? വലിയ പാടൊന്നുമില്ല. നമുക്ക് തുടക്കത്തിൽ വരുത്തുന്ന കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ നമ്മളിതിൽ ശ്രദ്ധിക്കാനായിട്ട്. ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലൊക്കെ തന്നെയാണ്. തുടക്കത്തിൽ നമ്മളിത് ഈ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതും ഈ റിസൾട്ടുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ അതവിടെ കഴിഞ്ഞു. നമ്മളുടെ കുറേ എക്സാമ്പിൾസൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്തൊരു ഹെഡിങ് ആണ്, ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ് എന്നും വൈ എന്നും 2 ഫംഗ്ഷൻസ് ഇവിടെ തരും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ എഫ് ഓഫ് ടി ആണ്, ടിയിലാണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരുന്നത്. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് എന്താണ്? ടിയിലാണ് തരുന്നത്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? dy by dx കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ടിയിലാണ്, വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ടിയിലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ dy by dx ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം എന്താ? ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എങ്ങനെ? വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം dy by dt, ഈ വൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെയും വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് എന്താണോ തന്നിരിക്കുന്നത് അത് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് വേണം ഈ 2 സാധനവും കണ്ടുപിടിച്ച് ഈ 2 സാധനവും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ dy by dx കിട്ടുന്നത്. അതായത് dy by dx is equal to എന്ത് വരും? dy by dt by dx by dt. കണ്ടോ? ഈ ഡിയും പോയ എന്താ? dy by dx അല്ലേ വരുള്ളൂ. അപ്പോൾ എന്താ? മുകളിൽ ആദ്യം നമ്മൾ എന്താണ് വൈ നമുക്ക് ഏത് ഫംഗ്ഷനിലാണോ തന്നിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു അത് വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സിനെയും നമ്മൾ അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy by dx ഇത് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടിയിലാണ് നോക്കിയത്. ഇനി നമുക്ക് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, എഫ് ഓഫ് തീറ്റ. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഫംഗ്ഷനും തീറ്റയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് dy by dx കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? dy by d തീറ്റ ആദ്യം കണ്ടുപിടിക്കണം. പിന്നെന്താ? dx by d തീറ്റയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? dy by d തീറ്റ ബൈ dx by d തീറ്റ. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? dy by dx കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, if x is equal to at square, y is equal to 2at, find dy by dx. ഓക്കെ, ഇതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. അപ്പം നമുക്കിവിടെ എക്സ് തന്നിട്ടുണ്ട്. എക്സ് എന്താ തന്നിരിക്കുന്നത്? at സ്ക്വയർ.
വൈ എന്താ തന്നിരിക്കുന്നത് 280. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ രണ്ടിനെ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു dy/dx കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ dy/dt കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ dx/dt നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സിനെയാണ് ഞാൻ ആദ്യം എടുത്ത് എഴുതിയത്. അപ്പോൾ ഞാൻ ആദ്യം എന്താ dx/dt കണ്ടുപിടിക്കാനായിട്ട് പോകുക. ഓക്കെ, അപ്പോൾ എന്താ dx/dt, അതായത് എക്സിനെ ഞാൻ എന്താ നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് നമുക്ക് ടിയിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ടി വെച്ചിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ dx/dt is equal to എന്ത് വരും, dx/dt is equal to ഈ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത്, അത് d/dt of at², നമ്മുടെ സ്റ്റെപ്പ് പോലെ തന്നെ പോവാം. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് കേട്ടോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ d/dt of at². അപ്പോൾ dx/dt is equal to ഇത് കോൺസ്റ്റൻറ്റ് a ഇൻറ്റു t² എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ എനെ എടുത്ത് വെളിയിലിടാം. അപ്പോൾ a ഇൻറ്റു d/dt of t². ഓക്കെ, അപ്പോൾ dx/dt is equal to എന്ത് വരും, a ഇൻറ്റു t²ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 2t. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും 2at എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഇതിൽ നിന്ന് നമ്മൾ dx/dt ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത എന്താ വൈയുടേത് കണ്ടുപിടിക്കാം അല്ലേ. വൈ എന്താ നമുക്ക് തന്നിരിക്കുന്നത് 2at എന്നല്ലേ. y is equal to 2at. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, dy/dt കണ്ടുപിടിക്കണം. അപ്പോൾ dy/dt is equal to d/dt of 2at. ഓക്കെ, അപ്പോൾ dy/dt is equal to ഈ 2a എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ 2aനെ നമ്മൾ വെളിയിലിട്ടു, d/dt of t അല്ലേ. അപ്പോൾ ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് തന്നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ ഡെറിവേറ്റീവ് വരുന്നത് 1 അല്ലേ. അപ്പോൾ dy/dt is equal to 2a into 1, therefore dy/dt is equal to എന്ത് കിട്ടും 2a എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, dy/dx കണ്ടുപിടിക്കാം. അപ്പോൾ dy/dx is equal to എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, dy/dt by dx/dt എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, which is equal to, അതായത് dy/dx is equal to എന്താ dy/dt നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എന്താണ് 2a. അപ്പം 2a ഡിവൈഡഡ് ബൈ dx/dt എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് 2at ആണ്. അപ്പം 2at. ഓക്കെ, ഈ 2aയും വെട്ടിക്കളഞ്ഞു. അപ്പോൾ എന്തായിരിക്കും നമുക്ക് dy/dx കിട്ടുന്നത്, dy/dx is equal to 1/t. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സിനെയും വൈനെയും dx/dt, ഇപ്പോൾ ടിയിലാണ് നമുക്കിവിടെ ഫംഗ്ഷൻ തന്നത്. അതുകൊണ്ട് നമ്മൾ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് രണ്ടിനെയും കണ്ടുപിടിച്ച് വെക്കുക. ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യണം, dy/dx കണ്ടുപിടിക്കാനായിട്ട് ആ കണ്ടുപിടിച്ച രണ്ട് സാധനങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത എക്സാമ്പിൾ ഇതാണ്. ഫൈൻഡ് dy/dx if x is equal to 4t and y is equal to 4/t. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y എന്ന് പറയുന്ന ഫംഗ്ഷനും തന്നിട്ടുണ്ട്. രണ്ടും എന്തിലാണ്, ടിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ടിനെയും വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ ചെയ്യാം. അപ്പോൾ x is equal to 4t അല്ലേ. അപ്പോൾ നമുക്ക് ടിയിലാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പം ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ എന്താ വരുന്നത്, dx/dt is equal to d/dt of 4t. ഓക്കെ, 4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് വരും, dx/dt is equal to കോൺസ്റ്റൻറ്റിനെ നമ്മൾ വെളിയിലോട്ട് ഇടുമ്പോൾ 4 ഇൻറ്റു d/dt of t. ഓക്കെ അല്ലേ. അപ്പോൾ dx/dt is equal to 4 ഇൻറ്റു അല്ലേ, ടിയെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, 1 ആണ് വരുന്നത്. അപ്പോൾ dx/dt നമുക്ക് എന്ത് കിട്ടി, 4 ഇൻറ്റു 1 ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ dx/dt നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വൈനെ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, y is equal to 4/t ആണ്. y is equal to 4/t. അപ്പോൾ ഇതിനെ നമ്മൾ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dt is equal to d/dt of 4/t. ഓക്കെ, ഇതും കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. dy/dt is equal to എന്ത് വരും, 4 ഇൻറ്റു d/dt of 1/t അല്ലേ. ഈ മുകളിൽ കിടക്കുന്ന 4നെ നമുക്ക് 1 ഇൻറ്റു 4 എന്ന് എഴുതാമല്ലോ. ആ 4നെയാണ് ഞാനിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ d/dt of 1/t. dy/dt is equal to 4 ഇൻറ്റു നമ്മൾ വേറൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ഏതാ, d/dx of 1/x ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, -1/x² എന്നുള്ളത്. ഓക്കെ, ഇവിടെ എക്സിന് പകരം എന്താണെന്നേ ഉള്ളൂ, ടി ആണെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, -1/t² എന്ന് വരും. ഓക്കെ, 4 -1 കൂടി ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ എന്താ വരുന്നത്, dy/dt is equal to
-4/t² എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? dy/dx കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ dy/dx is equal to എന്ത് വരും? dy/dt/dx/dt which is equal to dy/dt നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. എന്താണ്? -4/t². -4/t² ബൈ എന്താ dx/dt നമ്മൾ കണ്ടുപിടിച്ചത്? dx/dt നമ്മൾ കണ്ടുപിടിച്ചത് 4 ആണ്. അപ്പം അതെവിടെ വരും? 4 വരും അല്ലേ? ഈ സാധനം നേരെ ഇവിടെ ഇത് പൊക്കത്തിൻ്റെ ഏറ്റവും ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിലോട്ട് ഇത് കയറി പോകില്ലേ? അപ്പോൾ എന്തായിരിക്കും വരുന്നത്? -4/t² × 4 എന്നാകും. ഈ 4ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേക്ക് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ത് വരും? -1/t² എന്ന് കിട്ടും. കണ്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് എന്താ ഡിഫറൻസിയേഷൻ ഓഫ് എ പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. പാരാമെട്രിക് ഫോംസിൽ തരുന്ന ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത എക്സാമ്പിൾ ഇതാണ്. ഫൈൻഡ് dy/dx if x is equal to sin t and y is equal to cos 2t. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഫംഗ്ഷനും തന്നിട്ടുണ്ട്, വൈ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. രണ്ടും എന്താ ടിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടിനെയും വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് തന്നെയാണ് ഇവിടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെ ചെയ്യാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ടി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? dx/dt is equal to d/dt of sin t. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? dx/dt is equal to നമുക്ക് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാം, കോസ് എക്സ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ടിയിലാണ് തന്നിരിക്കുന്നതെന്നേ ഉള്ളൂ. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് ടി എന്ന് വരും. ടിയുടെ ഡെറിവേറ്റീവ് അല്ലേ കോസ്. ഇപ്പോൾ നമ്മൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിച്ചത്. അതിൻ്റെ അകത്തെ ഫംഗ്ഷനാണ് ടി. അപ്പോൾ ടിയുടെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കുന്നത് എന്താ? ടിയുടെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? dx/dt എന്ന് പറയുന്നത് കോസ് ടി ആണെന്ന് കിട്ടി. കോസ് ടി × 1 is കോസ് ടി. ഓക്കെ, അടുത്തത് നമുക്കിനി വൈയുടേതാണ് കണ്ടുപിടിക്കേണ്ടത്. വൈ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? y is equal to cos 2t. y is equal to cos 2t. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ടിയിലാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dt is equal to cos എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം -sin x. അപ്പോൾ cos 2tയുടെ ഡെറിവേറ്റീവ് -sin 2t ഇൻറ്റു അതിൻ്റെ അകത്തെ ഫംഗ്ഷൻ ചെയിൻ റൂൾ അനുസരിച്ച് d/dt of 2tയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ വരുന്നത്? dy/dt is equal to -sin 2t ഇൻറ്റു ഇത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റ് അല്ലേ. കോൺസ്റ്റൻറ്റിനെ എടുത്ത് വെളിയിൽ ഇടുമ്പോൾ 2 ഇൻറ്റു d/dt of t എന്ന് വരും. dy/dt is equal to -sin 2t ഇൻറ്റു 2 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുമ്പോൾ 1 ആണ്. ഈ 2നെ പിടിച്ച് ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് ഇടുവാണ്. അപ്പോൾ എന്താ നമുക്ക് dy/dt എന്ന് പറയുന്നത്? -2 sin 2t എന്ന് വരും. -2 sin 2t. അപ്പോൾ dy/dt നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? dy/dx കണ്ടുപിടിക്കാം. അപ്പോൾ dy/dx is equal to എന്ത് വരും? dy/dt/dx/dt. ഓക്കെ, dy/dt നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? -2 sin 2t. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. -2 sin 2t ബൈ dx/dt നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? cos t ബൈ cos t. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിച്ചേർത്താക്കണ്ടേ? നമുക്ക് sin 2tയുടെ റിസൾട്ട് നമുക്കറിയാം അല്ലേ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. sin 2 നമ്മൾ നേരത്തെ sin 2 തീറ്റയ്ക്കായിരുന്നു റിസൾട്ട് പഠിച്ചത്. ഇപ്പോൾ തീറ്റയ്ക്ക് പകരം ഇവിടെ ടി തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് sin 2tയുടെ റിസൾട്ട് എന്താ? 2 sin t cos t. ഇതാണ് sin 2tയുടെ റിസൾട്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇത് sin 2tക്ക് പകരം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വരുന്നത്? -2 ഇൻറ്റു 2 sin t cos t. കണ്ടോ? ഇതൊരു 2 എക്സ്ട്രാ വന്നാൽ എന്താ? റിസൾട്ടിലുള്ളതാണ് കേട്ടോ ആ 2 sin t cos t ബൈ cos t. ഈ cos tയും ഈ cos tയും കൂടെ വെട്ടിക്കളയാം. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? 2 × 2 4 അല്ലേ. അപ്പം -4 sin t എന്ന് വരും. കണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്ന dy/dx എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? വലിയ പാടൊന്നുമില്ല. പാരാമെട്രിക് ഫോംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഒരു പാടുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കുക, ഡിവൈഡ് ചെയ്യുക. ആ ഒരു ഇത് മാത്രം ഓർത്തിരുന്നാൽ മാത്രം മതി. ഏതിലാണോ നമുക്ക് ഫംഗ്ഷൻ തരുന്നത് അത് വെച്ചിട്ട് വിത്ത് റെസ്പെക്ട് ടു അത് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിന്ന്
ഏതാ ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ ഒരു എക്സാമ്പിൾ നോക്കി, പുതിയ ഹെഡിങ് ആയ പാരാമെട്രിക് ഫോംസിൻ്റെ 2-3 എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങളത് എഴുതി പഠിക്കുക. നിങ്ങൾക്കിപ്പം ഇന്ന് പഠിപ്പിച്ച എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്